നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു ഇവിടെ പ്രയോഗത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അറിയില്ല, അങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റില്ല. അതാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞ് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തുള്ള നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കര, അതായത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് ഇങ്ങനെ, അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ് ആ സമയത്ത്. അത് 21 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം മമ്മൂക്ക അന്ന് എന്നോട് പറഞ്ഞു, മോശം സിനിമ ഒന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്.